കവിൾക്കോശ നിരീക്ഷണത്തിനാവശ്യമായ സാമഗ്രികൾ: സ്ലൈഡ്, അല്പം സോഡിയം ക്ലോറൈഡ് ലായനി. സോഡിയം ക്ലോറൈഡ് ലായനി സ്ലൈഡിലാക്കുന്നതുകൊണ്ട് കവിൾക്കോശങ്ങൾക്കുള്ളിലെ ദ്രാവകത്തെ പുറത്തേക്ക് വലിച്ചെടുക്കുകയും അതുവഴി കവിൾക്കോശങ്ങൾ കൂടുതൽ വ്യക്തമാവുകയും ചെയ്യുന്നു. സ്ലൈഡിൽ അല്പം സോഡിയം ക്ലോറൈഡ് ലായനി ചേർക്കുന്നു. അതിനുശേഷം ടൂത്ത് പിക്ക് ഉപയോഗിച്ചുകൊണ്ട് കവിളിലെ കോശങ്ങൾ എടുക്കുന്നു. ടൂത്ത് പിക്ക് ഉപയോഗിച്ച് ശ്രദ്ധാപൂർവം കവിളിനുള്ളിൽ വെച്ച് ഉരസുകയും ടൂത്ത് പിക്കിൽ കവിൾക്കോശങ്ങളടങ്ങിയ ഭാഗം ലഭിക്കുകയും ചെയ്യുന്നു. ഇങ്ങനെ ടൂത്ത് പിക്കിൽ ലഭിച്ച കവിൾക്കോശങ്ങളടങ്ങിയ ഭാഗത്തെ സോഡിയം ക്ലോറൈഡ് ലായനി ചേർത്ത ഭാഗത്ത് വെച്ച് പതുക്കെ ഇളക്കുന്നു. ടൂത്ത് പിക്ക് വേസ്റ്റ് ബോക്സിൽ നിക്ഷേപിക്കുന്നു. സ്ലൈഡിൽ ഒരൽപ്പം മെഥിലിൻ ബ്ലൂ ചേർക്കുന്നു. തുടർന്ന് മെഥിലിൻ ബ്ലൂ ചേർത്ത ഭാഗത്ത് കവർ ഗ്ലാസ് ഉപയോഗിച്ച് അടയ്ക്കുന്നു. സ്ലൈഡിനോട് ചേർത്ത് കവർ ഗ്ലാസ് ഉപയോഗിച്ച് പതുക്കെ അടയ്ക്കുന്നു. അധികമായ മെഥിലിൻ ബ്ലൂ പേപ്പർ ടവൽ ഉപയോഗിച്ച് തുടച്ചു മാറ്റുന്നു. ഇപ്പോൾ നമ്മൾ തയ്യാറാക്കിയ സ്ലൈഡ് മൈക്രോസ്കോപ്പിന് കീഴിൽ വെച്ച് നമുക്ക് നിരീക്ഷിക്കാവുന്നതാണ്. മൈക്രോസ്കോപ്പിലൂടെ ആദ്യം കവിൾക്കോശങ്ങളെ 100 ഇരട്ടി വലുപ്പത്തിൽ എങ്ങനെ കാണാനാകുമെന്ന് നോക്കാം. കണ്ടല്ലോ, ഇവിടെ കാണുന്നത് കവിൾക്കോശങ്ങളാണ്. ഈ കവിൾക്കോശങ്ങളെ 400 ഇരട്ടി വലുപ്പത്തിൽ വ്യക്തമായി കാണാൻ സാധിക്കുമോ? നമുക്കൊന്ന് നോക്കാം. ഇനി നമ്മൾ 400 ഇരട്ടി വലുപ്പത്തിൽ ഒരു കവിൾക്കോശത്തെ എങ്ങനെ കാണാമെന്നാണ് കാണാൻ പോകുന്നത്. ഇത് 400 ഇരട്ടി വലുപ്പത്തിൽ കാണാവുന്ന കവിൾക്കോശങ്ങളാണ്. ഇനി 1000 ഇരട്ടി വലുപ്പത്തിൽ കവിൾക്കോശങ്ങളെ കണ്ടാലോ? 1000 ഇരട്ടി വലുപ്പത്തിൽ ഒരു കവിൾക്കോശത്തെ നമുക്കിങ്ങനെ കാണാനാകും. ഇപ്പോൾ കൂട്ടുകാർക്ക് സ്വന്തമായി കവിൾക്കോശം കാണാനുള്ള സ്ലൈഡ് തയ്യാറാക്കാൻ കഴിയുമെന്ന് വിശ്വസിക്കട്ടെ. നന്ദി, നമസ്കാരം.